ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ആരാധകർ കാത്തിരുന്ന മത്സരം ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. IPL-ലെ ചിരവൈരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേരെത്തുമ്പോൾ വിജയം ആർക്കൊപ്പം ആവുമെന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയിരുന്നത്. അതിനുള്ള ഉത്തരം ഇന്നലെ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ CSK കാട്ടിക്കൊടുത്തു. 103 റൺസിന്റെ ഉജ്ജ്വല ജയമാണ് ഋതുരാജ് ഗെയ്ക്വാദിന്റെ മഞ്ഞപ്പട സ്വന്തമാക്കിയത്. മുംബൈ ഇന്ത്യൻസ് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സർവാധിപത്യമാണ് ഇന്നലെ വാങ്കഡയിൽ കാണാൻ സാധിച്ചത്. CSK അഭിമാന ജയത്തോടെ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാ കയ്യടികളും അർഹിക്കുന്നത് സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിനാണ്. CSKയുടെ ബാറ്റിംഗ് നിര പ്രതീക്ഷിച്ച പ്രകടനത്തിന് തുയരാതിരുന്ന സാഹചര്യത്തിലും ഒറ്റയാനെപ്പോലെ മുന്നിൽ നിന്ന് പടപൊരുതി CSKയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ച് സഞ്ജു സാംസണാണ്. 54 പന്തിൽ 101 റൺസോടെ അദ്ദേഹം പുറത്താകാതെ നിന്നു. 10 ഫോറും 6 സിക്സുകളും ഉൾപ്പെടുന്ന മനോഹരമായ ഇന്നിംഗ്സ്. സഞ്ജു സാംസൺ ഇന്നലെ കളം വാഴുന്നതാണ് കാണാൻ സാധിച്ചത്. CSKയ്ക്കായി ആദ്യ 3 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ സഞ്ജു പിന്നീടുള്ള 4 മത്സരങ്ങളിലൂടെ തകർപ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. തൊട്ടതെല്ലാം സഞ്ജു പൊന്നാക്കി എന്ന് തന്നെ പറയാം. മുംബൈയുടെ ബൗളർമാരെ കരുതലോടെ കളിച്ച സഞ്ജു നിരവധി റെക്കോർഡുകളും തൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. IPL-ൽ ഈ സീസണിൽ CSKയ്ക്കായി സഞ്ജു നേടുന്ന 2ാം സെഞ്ചുറിയാണിത്. CSKയ്ക്കായി കൂടുതൽ സെഞ്ചുറി നേടുന്ന താരങ്ങളുടെ റെക്കോർഡിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. CSKയ്ക്കായി ഇതിനു മുമ്പ് ഋതുരാജ് ഗെയ്ക്വാദും ഷെയ്ൻ വാട്സണും മുരളി വിജയും 2 സെഞ്ചുറികൾ വീതം നേടിയിട്ടുണ്ടെങ്കിലും വെറും 7 ഇന്നിംഗ്സ് കൊണ്ട് ഈ നേട്ടത്തിലേക്ക് എത്താൻ സഞ്ജുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. MS ധോണി ഇത്രയും കാലം CSKയ്ക്ക് വേണ്ടി കളിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു തവണ പോലും സെഞ്ചുറി നേട്ടത്തിലേക്ക് എത്താനായിട്ടില്ല. പക്ഷേ വെറും 7 ഇന്നിംഗ്സ് കൊണ്ട് സഞ്ജു തൻ്റെ സർവാധിപത്യം കാട്ടിയിരിക്കുകയാണ്. മുംബൈയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് സഞ്ജു ആണെന്ന് മത്സരശേഷം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെ തുറന്നു പറയുകയുണ്ടായി. ഇതിൽ നിന്ന് തന്നെ സഞ്ജു മത്സരത്തിൽ സൃഷ്ടിച്ച ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് വ്യക്തം. മുംബൈയുടെയും CSKയുടെയും ഇന്നലത്തെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം നോക്കുമ്പോൾ സഞ്ജു സാംസണെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവരും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രമുഖരായ നിരവധി താരങ്ങൾ, അനുഭവസമ്പന്നരായ നിരവധി താരങ്ങൾ 2 ടീമിലും ഉണ്ടായിരുന്നിട്ടും ആർക്കും മികവിന് തൂരാൻ സാധിച്ചില്ല. ട്രിക്കിയായ സ്പിൻ പിച്ചിൽ എല്ലാവരും തങ്ങളുടെ മുട്ടുമടക്കി പോകുന്നതാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഇത്തരം പ്രതിസന്ധിയുള്ള സാഹചര്യത്തിലും സഞ്ജു സാംസൺ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് മികച്ച സ്കോറിലേക്ക് എത്തിച്ചു. സഞ്ജു എന്ത് തന്ത്രമാണ് പയറ്റിയത് എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. മുംബൈയുടെ പേരുകേട്ട ബൗളർമാർക്കെതിരെ കൃത്യമായി തന്ത്രം മെനയുകയും അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് സഞ്ജു സാംസന്റെ വിജയം. ഇതിനായി സഞ്ജു സാംസൺ ചെയ്തത് കൃത്യമായ ഒരു ബാറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് മുംബൈയുടെ പ്രധാനപ്പെട്ട 4 ബൗളർമാർ ജസ്പ്രീത് ബുംറ, മിച്ചൽ സാന്റ്നർ, ഗസൻഫർ, അശ്വിനി കുമാർ എന്നീ 4 മുംബൈയുടെ ബൗളർമാർക്കെതിരെ കൃത്യമായ തന്ത്രം സഞ്ജുവിനുണ്ടായിരുന്നു. ഇവരെ കരുതലോടെ കളിക്കുക എന്നത് തന്നെയായിരുന്നു സഞ്ജുവിൻ്റെ പദ്ധതി. അനാവശ്യമായ ഒരു ഷോട്ട് പോലും ഈ ബൗളർമാർക്കെതിരെ കളിച്ചിട്ടില്ല. ഇവരുടെ ഓവറിലെ മോശം പന്തുകൾക്ക് കാത്തിരുന്ന സഞ്ജു അതിനെ കൃത്യമായി ഉപയോഗിക്കുകയും മറ്റെല്ലാ പന്തുകളെയും കരുതലോടെ കളിക്കുകയും ചെയ്തു. ഇതിൻ്റെ തെളിവാണ് അദ്ദേഹം 36 പന്ത് ഇവർക്കെതിരെ നേരിട്ട് 52 റൺസ് മാത്രമാണ് നേടിയത്. അതായത് 144.44 സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് ഈ 4 ബൗളർമാരെയും സഞ്ജു നേരിട്ടത്. എന്നാൽ സഞ്ജുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു മുംബൈയുടെ ദൗർബല്യം എവിടെയാണെന്ന്. 2 ബൗളർമാരെ സഞ്ജു കൃത്യമായി ഫോക്കസ് ചെയ്ത് കളിച്ചു. അത് ഒന്ന് മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും രണ്ടാമത്തത് ഡെത്ത് ഓവറിലേക്ക് എത്തുന്ന യുവ പേസർ ക്രിഷ് ഭഗതുമാണ്. ഈ 2 പേരെയും സഞ്ജു കൃത്യമായി ലക്ഷ്യമിടുകയും ഇവർക്കെതിരെ പരമാവധി സ്കോർ നേടുകയും ചെയ്യുക എന്നതായിരുന്നു കണക്കുകൂട്ടൽ. ഇത് കൃത്യമായി ഫലം കാണുകയും ചെയ്തു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതായത് ക്രിഷ് ഭഗവതിനും ഹാർദിക് പാണ്ഡ്യയ്ക്കുമെതിരെ 49 റൺസാണ് 18 പന്തിൽ സഞ്ജു നേടിയെടുത്തത്. അതായത് 272.22 സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ഈ 2 ബൗളർമാർക്കെതിരെ നേരിട്ടത്. പവർ പ്ലേയിൽ 2 ഓവർ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ പന്തെറിയാനെത്തിയത്. ഈ ഓവറുകളിൽ പരമാവധി റൺസ് നേടുക എന്നത് തന്നെയായിരുന്നു CSKയുടെ പദ്ധതി. ഋതുരാജ് ഗെയ്ക്വാദ് ആദ്യം ഹാർദിക് പാണ്ഡ്യ 2ാം ഓവറിൽ തല്ലിപ്പറത്തിയപ്പോൾ 2ാമത്തെ ഓവർ എറിയാതെത്തിയ ഹാർദിക്കിനെ സഞ്ജു സാംസണും പഞ്ഞി കിട്ടും. അങ്ങനെ 2 ഓവറിൽ 38 റൺസ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങി. പിന്നീട് ഒരു ഓവർ ചെയ്യാനും അദ്ദേഹം എത്തിയിട്ടില്ല. ഡെത്ത് ഓവറിലേക്ക് ക്രിഷ് ഭഗതിനെ ഉപയോഗിക്കും എന്ന കണക്കുകൂട്ടൽ CSKയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് സഞ്ജുവും CSKയും പ്ലാൻ ചെയ്യുകയും ആ ബോളറെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവസാന ഓവറുകൾ കത്തിക്കയറുകയും ചെയ്തു. ഈ തന്ത്രം സഞ്ജു ഫലപ്രദമായി നടപ്പിലാക്കി. ഒരു മിസ് ഷോട്ട് പോലും സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. CSKയുടെ മറ്റു ബാറ്റ്സ്മാൻമാരെല്ലാം മുംബൈയുടെ കെണിയിൽ വീണപ്പോഴും സഞ്ജു വളരെ പക്വതയോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിച്ചു എന്നാണ് പറയേണ്ടത്. കാരണം CSK നിരയിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, ശിവൻ ദുബെ ഉണ്ട്. ഇവർക്കൊന്നും പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല. എന്നാൽ സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങി
അവസാനം വരെ വിക്കറ്റ് പോകാതെ പിടിച്ചു നിന്ന് ടീമിനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് ഒരു നായകൻ എൻ്റെ ഗുണം എന്ന നിലയിൽ അദ്ദേഹത്തിന് എടുത്ത് പറയേണ്ടത്. കാരണം ഒരു രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ എന്ന നിലയിൽ എങ്ങനെ മത്സരങ്ങളെ കളിക്കണം, കൊണ്ടുപോകണം എന്ന മികച്ച ധാരണ അദ്ദേഹത്തിനുണ്ട്. കാരണം പണ്ടത്തെ പോലെ യുവതാരമല്ല സഞ്ജു സാംസൺ, അനുഭവസമ്പന്നനായ താരമാണ്. T20 ലോകകപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്ത താരമാണ്. ഇങ്ങനെ അനുഭവസമ്പന്നനായ സഞ്ജു തൻ്റെ അനുഭവസമ്പത്തിനെ ഉപയോഗപ്പെടുത്തി കളിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും ഇപ്പോൾ മുംബൈക്കെതിരെയും സഞ്ജു സെഞ്ചുറി നേടിയപ്പോൾ 2 മത്സരത്തിലും ഔട്ടാകാതെ ക്രീസിൽ നിന്നു എന്ന് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം. CSK ഇത്തവണ 3 മത്സരങ്ങളാണ് ജയിച്ചത്. ഈ 3 മത്സരത്തിലും സഞ്ജു ആയിരുന്നു CSKയുടെ ടോപ്പ് സ്കോറർ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൃത്യമായ പദ്ധതികളോടെ പോകുന്ന സഞ്ജുവിന് വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് കാട്ടാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സഞ്ജു ഫ്ലോപ്പാകുന്ന മത്സരങ്ങളിൽ CSK തോൽക്കും എന്നതാണ് നിലവിലെ അവസ്ഥ. സഞ്ജുവിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്താണ് CSK ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് ടീം എന്ന നിലയിൽ CSKയ്ക്ക് വലിയ ഗുണം ചെയ്യുകയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു ഉജ്ജ്വല ഫോമിൽ കളിക്കുന്നത് CSKയുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്തുന്ന കാര്യമാണ്. വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.